എൻ്റെ പൊന്നോ, ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരാൾ ഒരു സൈഡിൽ, ബാക്കി 18 പേര് അടുത്ത സൈഡിൽ. ടോട്ടൽ ഇപ്പോൾ 19 പേരാണല്ലോ ഉള്ളത്. ആദില, നൂറ ഉൾപ്പെടെ 19 പേരുണ്ട്. അതിൽ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഒരു സൈഡിൽ, ബാക്കി 18 പേര് ഇപ്പുറത്തുനിന്ന് അയാൾ അടിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ അടുപ്പിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ബിഗ് ബോസിൽ അനീഷ് കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനീഷിൻ്റെ ഗെയിമിനനുസരിച്ച് മറ്റുള്ളവർ നിന്നു കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറയാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തത് റാങ്കിങ് ടാസ്ക് ആണ്. 1 മുതൽ 19 വരെ റാങ്കുകാർ ഇടത്ത് നിന്ന് വലത്തോട്ട് ഇരിക്കുക. ഇടത് സൈഡിൽ 1-ാം റാങ്ക്, അങ്ങനെ 2, 3, 4 അങ്ങനെ 19 പേരും ഇരിക്കുക എന്ന് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും പണിപ്പുരയിൽ കയറാനുള്ള ടാസ്കും കൂടിയാണിത്. അപ്പോൾ ടാസ്കിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒന്നാമതിരിക്കുന്നയാൾക്ക് 20 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കാം പണിപ്പുരയിൽ നിന്ന്. രണ്ടാമതിരിക്കുന്നയാൾക്ക് 15 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കാം. ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കാം. ഇത് കേട്ടപാടെ നമ്മുടെ കോമണറായ അനീഷ്, എനിക്ക് 1-ാം സ്ഥാനം വേണം, ഞാൻ 1-ാം സ്ഥാനം കിട്ടാൻ അർഹനാണ്. ഇതിന് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, കഴിഞ്ഞൊക്കെ സീസണുകളിൽ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജുകളിലുള്ള സീസണുകളിലെല്ലാം ഈ ഒരു ടാസ്കിൽ കുറച്ചധികം സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ 5 മണിക്കൂറും 6 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ കൊടുക്കുമായിരുന്നു. അതിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊടുത്തിട്ടുള്ളത് 3 മണിക്കൂറാണ്. എന്നാൽ ഇവിടെ ഒരൊറ്റ മണിക്കൂറേ ഉള്ളൂ. ഒറ്റ മണിക്കൂർ കൊണ്ട് ആരാണ് 1-ാം സ്ഥാനം വരുന്നത്, ആരാണ് 2-ാം സ്ഥാനം വരുന്നത്, ഇങ്ങനെ ഓരോ സ്ഥാനം അനുസരിച്ച് ആൾക്കാർക്ക് ഇരിക്കണം. അവർക്ക് ഓരോ ടാഗും കൊടുക്കും, നമ്പർ പതിപ്പിച്ച് ഒരു ടാഗും കൊടുക്കും. ഇത് കേട്ടപാടെ അനീഷ് എന്ത് ചെയ്തു? ചാടി എഴുന്നിട്ട് എനിക്ക് 1-ാം സ്ഥാനം വേണം. ഈ മനുഷ്യൻ 1 മണിക്കൂറും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 1-ാം സ്ഥാനത്തിന് അർഹനാണ്, എനിക്ക് 1-ാം സ്ഥാനം വേണം, എനിക്ക് 1-ാം സ്ഥാനം കിട്ടിയേ പറ്റൂ, ബിഗ് ബോസ് എനിക്ക് 1-ാം സ്ഥാനം തരണം, തന്നേ പറ്റൂ, എനിക്ക് കിട്ടിയേ പറ്റൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ടാസ്കിന്. ഐക്യകണ്ഠ്യേന വേണം തിരഞ്ഞെടുക്കാൻ. അതായത് എല്ലാവരുടെയും സമ്മതപ്രകാരം വേണം ഈ റാങ്കുകൾ കൊടുക്കാനായിട്ട്. ഒരാൾ മാറി നിന്നാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും. ബാക്കി 18 പേരും കൺഫ്യൂസ്ഡായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് ഈ അനീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ബാക്കി 18 പേരും എന്ത് ചെയ്തു? റാങ്കിങ് തീരുമാനിച്ചു. അനീഷ് നിലത്തിറങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ പോയിട്ടും ഇവർക്ക് കൃത്യസമയത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അനീഷ് സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ കൂടി തന്നെ ഷാനവാസ് വന്നിട്ട്, ശരി എന്നാൽ പിന്നെ പണ്ടാറടങ്ങട്ടെ, നീ ഇതാ 1-ാം സ്ഥാനം നീ എടുത്തോ, നീ പോയിട്ട് ആവശ്യമുള്ള സാധനം എടുത്ത് വന്നാൽ മതി. ഇതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അനീഷ് എന്ത് ചെയ്തു? ഓക്കെ, നിങ്ങളുടെ തീരുമാനത്തിൽ ഞാൻ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാടെ തന്നെ അപ്പാനി ശരത്തും അക്ബറിനോട് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, അവനാണ് അകത്ത് കയറുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സാധനം വേണ്ട. കിട്ടേണ്ടത് എന്താണ്? ഫുഡ് കിട്ടണം, ഡ്രസ്സ് കിട്ടണം, ഇവരുടെ മറ്റ് ഐറ്റംസ് കിട്ടണം, ഒക്കെ എടുക്കണം. പക്ഷേ ഇവനാണ് കയറുന്നെങ്കിൽ, ഇവനാണ് 1-ാം സ്ഥാനമായിട്ട് ആദ്യമായിട്ട് കയറുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങളിത് ബഹിഷ്കരിക്കുന്നു എന്ന ലെവലിൽ തീരുമാനത്തെത്തി. ഷാനവാസ് കൺഫ്യൂസ്ഡായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കണോ അതോ അനീഷിൻ്റെ കൂടെ നിൽക്കണോ? കൺഫ്യൂഷൻ. ക്യാപ്റ്റനാണ്, കൺഫ്യൂഷൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയും 1-2 പേര് പറയുന്നു, നമുക്ക് സാധനം വേണം, ഭക്ഷണം എടുക്കണം. അപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റുമല്ലോ, അയാൾക്കൊരു 10 സെക്കൻഡ് കൂടുതൽ കിട്ടുകയല്ലേ ഉള്ളൂ, അയാൾ പൊക്കോട്ടെ, അയാൾക്ക് വേണ്ടത് അയാൾ എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ ഇവന്മാർ 2 പേരും സമ്മതിക്കുന്നില്ല. ഒടുവിൽ ഷാനവാസ് പറഞ്ഞു, ആര്യൻ 1-ാം സ്ഥാനം പോട്ടെ, നെവിൻ 2-ാം സ്ഥാനം പോട്ടെ, ബാക്കി ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വിധിച്ചു കൊടുത്തു. ഷാനവാസ് 17-ാം സ്ഥാനമായിട്ട് എടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും അനീഷിന് ഹാലിളകി. പറ്റത്തില്ല, എനിക്ക് 1-ാം സ്ഥാനം കിട്ടിയേ പറ്റൂ. എൻ്റെ പൊന്നോ, പുറത്തിരുന്ന് ലൈവ് കണ്ട നമുക്ക് പ്രേക്ഷകർക്ക് എത്ര ഇറിറ്റേറ്റഡ് ആവുമോ, അപ്പം അകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഒരു ബോംബാണ് അനീഷ്. എപ്പോൾ പൊട്ടുമെന്ന്, എപ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്ന്, എങ്ങനെ പ്രവർത്തിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ശരിക്കും ഇന്നലെയും ഇന്നും, ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നും ശരിക്കും അനീഷാണ് സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. അയാൾ അതിനുവേണ്ടി തന്നെയാണ് കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അയാൾ കളിക്കുകയല്ല, കളിപ്പിക്കുക ചെയ്യുന്നത്. ബാക്കി 18 പേരെ കൊണ്ട് അയാൾ കളിപ്പിക്കുകയാണ്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് 18 പേരെ കൊണ്ട് അയാൾ കളിപ്പിക്കുകയാണ്. ഒടുവിൽ ടീം തിരിച്ചപ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും അനീഷ് മാറി. ഇതേ ഷാനവാസ് തന്നെ അനീഷിനെ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ടീം തിരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് പറയണ്ടായിരുന്നു, ഒരാളെ പണിപ്പുരയിൽ പണികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം, അതിനുവേണ്ടി മാത്രമായിട്ട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷാനവാസ് ചിലപ്പം അനീഷിനെ അങ്ങോട്ടേക്ക് വിടുമായിരിക്കും. കാരണം ബാക്കി ആരുമായിട്ട് ഒരു ടച്ച് അപ്പ് വരില്ലല്ലോ, അനീഷിനെ ആ ഒരു ഏരിയയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അനീഷ് വഴിക്കൊന്ന് പൊക്കോളും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഷാനവാസ് അവിടെ അനീഷിനെ വിട്ടില്ല, അബിയാണ് വിട്ടത്. അനീഷിനെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനുമാക്കി. ഉച്ചയ്ക്ക് ഫുഡിൻ്റെ സമയത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടിയെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്തൂടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴേക്കും ഷാനവാസ് അവിടെ പ്രതിപട്ടികയിൽ വരും. കാരണം ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾ അവിടെ വയലൻ്റായി. എനിക്ക് സാധനം എടുക്കണമായിരുന്നു, എനിക്ക് എൻ്റെ ഐറ്റംസ് വേണമായിരുന്നു, അത് എല്ലാവർക്കും പോകാൻ പറ്റുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ അയാൾ പൊക്കോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് സമ്മതിച്ചില്ല? ഉടനെ ബിൻസിയും ജിസയിലും എല്ലാം കൂടി അനുമോളുടെ നേരെ തിരിഞ്ഞു. അത് അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് 1-ാം സ്ഥാനം കൊടുത്തു, നമ്മളായിട്ട് കൊടുക്കുന്ന 1-ാം സ്ഥാനമാണ്, അയാൾ നാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അനുമോളോട് ചോദിച്ചുകൊണ്ടിരുന്നു. കറക്റ്റ് ഇന്നത്തെ ആ ഒരു ടാസ്ക് മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ശാരിക മാത്രമാണ്.
ശാരിക പറഞ്ഞു അയാൾ പൊക്കോട്ടെ, ബാക്കി എല്ലാവർക്കും കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് എടുക്കാൻ പറ്റുമായിരുന്നു, അതുപോലെ ഡ്രസ്സ് വേണമെങ്കിൽ ആവശ്യത്തിന് എടുക്കാൻ പറ്റുമായിരുന്നു. സർവൈവ് ചെയ്യാനാണ് അവിടെ പോയത്, പക്ഷേ ഇവിടെ ഉള്ളതും കൂടി ഇല്ലാതാക്കി. അപ്പോൾ ചോദിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അവിടുത്തെ ഭക്ഷണ രീതി അറിയാമല്ലോ, റേഷൻ പോലെയാണ്, കുറച്ച് കുറച്ചൊക്കെ കൊടുക്കത്തുള്ളൂ. ഇവർക്ക് ഈ പണിപ്പുരയ്ക്കകത്താണ് ഇവരുടെ ലക്ഷറി ഐറ്റംസ് ഉള്ളത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അതിനകത്ത് കയറിയേ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ കിട്ടിയൊരവസരമാണ് ഈ ഒരു ഒറ്റ വ്യക്തി കാരണം ഇല്ലാതായത്. അനീഷാണ് കാരണക്കാരനെങ്കിലും തീരുമാനമെടുത്തത് ഈ 18 പേരാണ്. അനീഷ് പോകണ്ട, അനീഷ് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സാധനം വേണ്ട തീരുമാനമെടുത്തത്. അതുകൊണ്ട് എന്താക്കി, ഈ ആഴ്ചത്തെ പണിപ്പുരയിൽ കയറാവുന്ന 2 അവസരങ്ങളിൽ ഒന്ന് ഇവർ വേസ്റ്റാക്കി. അപ്പോൾ മൈൻഡ് ഗെയിം കളിക്കുന്നത് ശരിക്കും അനീഷാണ്. അവിടെ ഗെയിം കളിക്കുന്നത് അനീഷാണ്, കളിപ്പിക്കുന്നതും അനീഷാണ്. ഒരു കോമണറായിട്ട് വന്നിട്ട് എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ പറ്റുന്നു? ബാക്കി എല്ലാവരും സെലിബ്രിറ്റീസ്, ഞങ്ങൾ സെലിബ്രിറ്റീസ് ആണ് എന്ന് നാഴിക നൂറോട്ടം പറയുന്നുമുണ്ട്. എന്നാൽ ഒരു രീതിയിലും ഇയാൾക്കൊപ്പം അവർക്ക് മുട്ടി നിൽക്കാനും പറ്റുന്നില്ല. എന്തുകൊണ്ട്? ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് നിങ്ങൾ അയാളുടെ വഴിക്ക് വിട്, ഇവർക്ക് പക്ഷേ അയാളുടെ വഴിക്ക് വിടാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല. ഗംഭീരമായിരുന്നു ശരിക്കും മനീഷിൻ്റെ ഒരു പെർഫോമൻസ്. ഒരേപിടി 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒച്ചയെടുത്ത് വിളിക്കാമെന്ന് പറയുന്നത് എൻ്റെ അമ്മോ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ. അതൊരു വേറെ ഐറ്റമാണ്, പറയാതിരിക്കാൻ വയ്യ. ജിൻഡോ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെയും ഗബ്രിയെയും മാത്രമേ വെറുപ്പിച്ചുള്ളൂ, അല്ലെങ്കിൽ അവരെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ഇയാൾ ഈ കൂടെയുള്ള 18 എണ്ണത്തിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. 18 പേരും ഇയാൾക്കെതിരെ ഇയാൾ തിരിക്കുന്നുണ്ടെന്നല്ല തിരിച്ചു. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് മറ്റുള്ളവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇയാൾ കളിക്കുകയാണ്. ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ നിന്ന് കൊടുക്കുന്നു. അയാളുടെ വഴിക്ക് വിടാൻ ഇവർക്ക് പറ്റുന്നില്ല. അത്രമാത്രം ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് അനീഷ് മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയി അവസാനിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇതുവരെയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്നും കൂടി ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.